പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് MMC മില്യൺ മലയാളി ക്ലബ്ബ് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സൗഹൃദ കൂട്ടായ്മ അത് 1 കോടി ആളുകൾക്ക് വേണ്ടി നിവർത്തുന്ന ഒരു കൊട കൈകോർക്കാൻ മില്യൺ മലയാളി ക്ലബ്ബ് മലയാളികൾക്കിടയിൽ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ള കേരളത്തിലെയും ഒക്കെ ഉൾപ്പെടെയുള്ള മലയാളികളെ കോർത്തിണക്കാൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള MMC ആപ്പ് ഇതിനോടകം തന്നെ ജനപ്രീതി നേടിക്കഴിഞ്ഞു. ഒരുപാട് ആളുകൾ ചാറ്റിലൂടെ പല കാര്യങ്ങളും ചോദിക്കുന്നു. ഇന്നലെ മുതലൊക്കെ ഞാൻ ചില ചാറ്റിനൊക്കെ മറുപടിയും പറയുന്നുണ്ട് അതിനകത്ത്. കാര്യം ചില അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ കാര്യം ഇത്രയധികം ആളുകൾക്ക് 10,000-കണക്കിന് ആളുകൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒരു AI പോസിബിലിറ്റി ഇതിനകത്ത് പരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ അന്വേഷണത്തിന് മറുപടി പറയാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും നിരവധി മലയാളികൾ ഈ ആപ്പിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 1 കോടി മലയാളികളുടെ കൂട്ടായ്മ ഉണ്ടാക്കണം. പരസ്പരം സ്നേഹിക്കാൻ, സന്തോഷിക്കാൻ, യാത്ര ചെയ്യുമ്പോൾ സഹായിക്കാൻ, അതുപോലെ എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്താൻ, ഭവനരഹിതരായ ആളുകൾക്ക് വീടുകൾ കണ്ടെത്താൻ, ഇതിനൊക്കെ തന്നെ സാധ്യതയുണ്ട്. കോട്ടയത്തെ അഭിഭാഷകനായ അനിൽ ഐക്യരയും സുഹൃത്തുക്കളും MMCയുടെ ഭാഗമായി ഇവർക്കൊപ്പം ലൈവായിട്ട് ടോബി ജോൺസൺ കൂടി ചേരുന്നു. ഹായ് അനിൽ ഐക്യര ആൻഡ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അവരോടെല്ലാം ഒരു സുപ്രഭാതം പറഞ്ഞേക്കൂ. പറയൂ ടോബി. സാറേ, SK ഒരു ഹായ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് SK. ഞാൻ നമ്മുടെ കോട്ടയത്തെ പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള അനിൽ ഐക്കര, സാറിന് അറിയാവുന്ന ആൾ തന്നെയാണ്. എന്തായാലും അവരെല്ലാവരും നമ്മുടെ ഈ ആപ്പിൻ്റെ ഭാഗമായിട്ട് ചേർന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ പലരും അതിൽ അംഗങ്ങളായിട്ടുണ്ട്. അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമായി തന്നെയാണ് എല്ലാവരും ഇതിനെ വിലയിരുത്തുന്നത്. കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട്, ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളിയെങ്കിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവിടെ ഇപ്പോൾ ഇനി MMC ആപ്പ് കൂടി അവരുടെ കയ്യിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കോട്ടയം ജില്ലയിലും നിരവധി പേർ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അദ്ദേഹത്തോട് തന്നെ അനിലൈക്കറിനോട് തന്നെ ആദ്യം നമുക്ക് ചോദിക്കാം, ഇങ്ങനൊരു ആപ്പ് വരുമ്പോൾ വലിയ പ്രതീക്ഷകളാണുള്ളത്. സാധാരണ നിരവധി ചാറ്റിംഗ് ആപ്പുകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സഹായങ്ങൾ പരസ്പരം നൽകുക എന്നൊരു ആശയം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ നോക്കിക്കാണുന്നത്? തീർച്ചയായും അതിമനോഹരമായൊരു സ്വപ്ന സങ്കല്പമായി പോയി ഇത്. 1 കോടി മലയാളികളെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ചാനലിന് പോലും ഇതുവരെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു പദ്ധതി തന്നെയാണ്. അത്രയും ആളുകളെ കൊണ്ടുവന്നിട്ട് നമുക്ക് വിവിധ രീതിയിൽ ഇപ്പോൾ ഏതൊക്കെ മേഖലയിൽ നമുക്ക് കടന്നു കയറാൻ പറ്റുമെന്ന് ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഡിജിറ്റൽ മേഖലയാണ്. നമുക്ക് ഒരു ഫാൾസ് ന്യൂസിനെതിരെയുള്ള ക്യാമ്പയിനിങ് നടത്താം, ഒരു സർവിങ്സ്, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ഡോക്ടറെ കണ്ടെത്താം, ഒരു അഭിഭാഷകനെ കണ്ടെത്താം. അതുപോലെ മറ്റു മേഖലകളെല്ലാം, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെങ്കിൽ പോലും ഒരു പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കുന്നതിന് ഇന്ന ഒരു കച്ചവടം അത്യാവശ്യമാണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം നൽകാം. ഇത് മനോഹരമായൊരു സങ്കല്പമായിട്ട് തന്നെ കരുതുന്നു. വളരെയധികം സന്തോഷം. നമ്മുടെ മില്യൺ മലയാളി ക്ലബ്ബിലുള്ളവർക്ക് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. അനിലൈക്കര എന്ന് പറയുന്ന അഭിഭാഷകനാണ്. അപ്പോൾ നിയമപരമായിട്ടുള്ള എന്ത് ആവശ്യമുണ്ടെങ്കിലും അനിൽ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു ആപ്പിനെ കാണുന്നത്? ഈ ആപ്പിനെ കാണുമ്പോൾ ഇതിപ്പോൾ രാവിലെയാണ് എൻ്റെ സുഹൃത്ത് ബിനു വർഗീസ് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം. കാരണം ഞാൻ ഈ ചാരിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ബ്ലഡ് ഡൊണേഷന്, രോഗികളുടെ ശുശ്രൂഷ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇത് കേട്ടപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്നൊരു തോന്നൽ തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഏതായാലും ഇങ്ങനെ ഒരു സംരംഭത്തിൽ ചേരാൻ പറ്റിയതിൽ അതിന് അതിയായ സന്തോഷം അറിയിക്കും. ചാരിറ്റി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ചേട്ടൻ്റെ പേര് രാജേഷ് ചേട്ടനെയും ബന്ധപ്പെടാം. ഇപ്പോൾ ഷിബുചേട്ടനും കൂടി ചേർന്നു, എബിചേട്ടനും കൂടി ചേർന്നുണ്ട്. എബിചേട്ടാ, ഇതറിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? ഇങ്ങനൊരു ആപ്പ് എന്ന ആശയം അത് നല്ല രീതിയിൽ പുറത്ത്? അതെ, ഇത് നല്ലൊരു ആശയമാണ്. 24-ന്റെ പിന്നെ ഈ ഒരു ആശയമായിട്ട് ചേർന്ന് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സന്തോഷം. SK ഒരാളെയും കൂടി പരിചയപ്പെടുത്തണം. ബിനുചേട്ടൻ നമ്മുടെ കോർഡിനേറ്ററാണ്. പുള്ളിയാണ് ഇവിടെ കോട്ടയത്ത് എല്ലാ ആളുകളെയും ചേർത്തുകൊണ്ടിരിക്കുന്നത്. ബിനുചേട്ടാ, ഇത് കോട്ടയത്ത് വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടോ? സാറേ നമസ്കാരം. ഒരുപാട് ആൾക്കാർക്ക് വളരെയധികം താല്പര്യമാണ്. എവിടെ ചെന്നാലും നമ്മളോട് ഭയങ്കരമായ സമീപനമാണ്. എല്ലാവരും ഇത് ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽ സാർ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആൾക്കാരും ഇതിനോട് വളരെയധികം യോജിപ്പാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. കൂടുതൽ ആളുകൾ ചേരുന്നുണ്ടോ? ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്ന് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഈ സമയത്ത് തന്നെ ഒത്തിരി പേര് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. എന്നാലും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും SK അതാണ്. എന്തായാലും കോട്ടയം ജില്ലയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് MMC ആപ്പിന് ലഭിക്കുന്നത്. നിരവധി ആളുകൾ ഇതുപോലെയുള്ള പ്രൊഫഷണലുകൾ ഈ ആപ്പിൻ്റെ ഭാഗമാകുമ്പോൾ അത് ഈ നമ്മുടെ ഈ കുടക്കീഴിലുള്ള ആളുകൾക്ക് സഹായകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. SK. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. എന്തായാലും അനിൽ ഐക്യരയും നമ്മുടെ സുഹൃത്തുക്കളും ഈ MMCയുടെ ഭാഗമായി എന്നുള്ള സന്തോഷം മാത്രമല്ല, ഈ 1-2 ദിവസങ്ങൾക്കകം ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടെ അപ്ലോഡ് ചെയ്യും. ഒരു 10 അട്രാക്ഷൻസ്
ഇതിൽ ചേർന്നാൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നുള്ള 10 അട്രാക്ഷൻസ് തമ്മിൽ പെടുത്തും. ഇതിനകത്ത് നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും മലയാളി ഇൻവെസ്റ്റേഴ്സ്, മലയാളി നിക്ഷേപകർ വലിയ വലിയ തൊഴിൽദാതാക്കളാണ്. ഒരുപാട് പേർക്ക് അവർ ജോലി കൊടുക്കുന്നുണ്ട്. യൂസഫ് അലി, MA യൂസഫ് അലി, അതുപോലെ ഡോക്ടർ രവിപിള്ള, ഇങ്ങനെയുള്ള പല ആളുകളും ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്നവരാണ്. അവർ മലയാളികൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്നവരാണ്. അതൊക്കെ തന്നെ MMC രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കാം എന്നവർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി വരും കാലത്ത് ഒരുപാട് ആളുകളിലേക്ക് നമുക്കിത് വളർത്താൻ കഴിയും. ഒരുപക്ഷെ എനിക്കൊന്ന് ജോലി അന്വേഷിച്ച് നടക്കുകയും വിദേശത്തേക്ക് യാത്രകൾ നടത്തുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഉപകാരമാകും. അപ്പോൾ എന്തായാലും 1 കോടി ജനങ്ങളുടെ ഏറ്റവും വലിയ ആപ്പായിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ സൗഹൃദ കൂട്ടായ്മയായിട്ട് ഒരുപാട് ദിവസങ്ങൾ വൈകാതെ ഇത് മാറുന്നു എന്നറിയുമ്പോൾ എനിക്കും സന്തോഷം. താങ്ക് യു ഐക്കര. നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും സംശയം വന്നാൽ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പറാണ്. രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ ഈ ഫോൺ കോളിൻ്റെ അങ്ങേ തലയ്ക്ക് 2 പേരുണ്ടാകും. 8111991602, 8111991260. ഇങ്ങനെ 2 നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അതുകൂടാതെ ഒരു ലിങ്കുമുണ്ട്. ആ ലിങ്ക് യൂട്യൂബിൻ്റെ പേജിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുത്തിയാലും നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കും പരിഹാരം കിട്ടും. അപ്പോൾ വളരെ വളരെ പെട്ടെന്ന് ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണത്. അപ്പോൾ ഈ ആപ്പിൻ്റെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. പിന്നല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.